മോഹന വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ടോ? ഞങ്ങളുടെ അടുത്ത് മോഹന വാഗ്ദാനം കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ വഴി നന്നാക്കി തരില്ല. അത് കാരണം അതൊന്ന് ഓർത്ത് വെച്ചോട്ടെ. പുത്തൻകുരിശിൽ വഴി നന്നാക്കി കൊടുത്തില്ലെങ്കിൽ വോട്ട് ചോദിച്ച് ഞാൻ വഴിക്ക് പോണ്ട. 3 വോട്ടുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥികൾ എന്തായാലും വരും. നാത്തൂൻ മത്സരിക്കുന്നുണ്ട്. അപ്പൊ നാത്തൂന് ഒരു മാർഗം. നാത്തൂൻ സ്വന്തം വാർഡിലാണോ മത്സരിക്കുന്നത്? അല്ല, ഇവിടെയല്ല, ഇടുക്കില്ല. നാത്തൂന് വേണ്ടി വോട്ടൊക്കെ പിടിച്ചു തുടങ്ങിയ? ഇല്ല, ഞാൻ പോയിട്ടില്ല. അടിമലിക്ക് പോയില്ല. 2 ദിവസം ലീവ് എടുത്തൊന്ന് പോയതേ. നിങ്ങളെ പേരിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ നേരത്തെ. യെസ്, അത് ശൈലജയാണ്. ഇത് ശൈലജ. ഓക്കെ, അതൊരു പ്രശ്നമില്ലാത്ത നാടാണ് നിങ്ങൾ. ഒരാവശ്യമില്ല. അത് അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിന് മുമ്പ് കടന്നുപോയ വാർഡ് മെമ്പർമാരായിരിക്കാം. ബന്ധുക്കൾ ആരും മത്സരിക്കുന്നുണ്ടോ? ഭർത്താവ് അങ്ങോട്ട് പറഞ്ഞു വിട്ടോ? പോയി പ്രചാരണം നടത്തിയിട്ട് വരാൻ പറഞ്ഞു. ശശി, എന്തുകൊണ്ട് നാട്ടിലൊക്കെ വിശേഷം? സുഖമായിട്ട് പോണു. മഴയൊക്കെ കുറവാണോ? മഴയൊക്കെ ആവശ്യത്തിലുണ്ട്. ആവശ്യത്തിലേറെ മഴയുണ്ട്. 15 വർഷമായിട്ട് വഴി വെച്ച് മടുത്ത് കിടക്കണേ. ഞങ്ങളൊരു വഴി കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു വഴി കണ്ടിട്ടുണ്ട്. പാർട്ടി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആരാണോ അനുകൂലിക്ക് വരുന്നത് അവർക്ക് പോകും. വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവും. അതെ, ഈ സമയത്ത് നമുക്കൊക്കെ ഫുൾ പവർ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇട്ടാവില്ല. എവിടെ സ്ഥലം? ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറയുന്ന ഫൈറ്റിന്റെ സ്ഥലമാണല്ലോ. എല്ലാവരും ഒന്നുകൂടി മാറി ചിന്തിക്കേണ്ട ഒരു സമയമായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വാഗ്ദാനങ്ങൾ മാത്രം തന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്കത് നിറവേറ്റുക കൂടി വേണം. ഗൂഗിള് ഈ ചെറുപ്പക്കാരായിട്ടുള്ള വാർഡ് മെമ്പർമാരാണോ തഴക്കം വന്ന തലമുതിർന്ന വാർഡ് മെമ്പർമാരാണോ നമുക്ക് ഏറ്റവും ഗുണം ചെയ്യാം? അത് നമുക്ക് സംശയമില്ലാതെ പറയാനാണെങ്കിൽ ചെറുപ്പക്കാരെ പറയാം. പക്ഷെ ഒരു എക്സ്പീരിയൻസിന്റെ ഇതിൽ പറയാനാണെങ്കിൽ കുറച്ചുകൂടി മുതിർന്നവരെ പറയാം. അല്ലാതെ അതിലും ഇച്ചിരി പ്രായമായിട്ടുള്ളവരെ വോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. അപ്പം വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങൾക്ക് വഴി തന്നിട്ടില്ലെങ്കിൽ ഇത്തവണ ഞങ്ങൾ ഒരു വഴി കാണിക്കും. അപ്പൊ ഈസ്റ്റിൽ നമ്മൾ മടങ്ങുകയാണ്. ഒരു ചായ കുടിച്ച്, നല്ല സ്ട്രോങ് ഒരു ചായയും കുടിച്ച് നമ്മൾ അടുത്ത യാത്ര അടുത്ത ജില്ലയിലേക്ക്.